ചീറ്റിംഗ്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കാറില്ലേ, എന്തിനായിരിക്കും അവർ ചീറ്റ് ചെയ്തത്? അവർ നമ്മൾ ഇത്രയും നാളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ആൻഡ് ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്, ചില ആളുകൾ ചീറ്റ് ചെയ്താലും അതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ചില ആൾക്കാർ ചെറിയൊരു ഇൻസിഡൻറ്റ് പോലും അവർക്ക് താങ്ങാൻ പറ്റില്ല, അവർ ബ്രേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ചീറ്റ് ചെയ്യുന്നത്? ആൻഡ് എന്തുകൊണ്ടാണ് ആളുകൾ ഡിഫറെൻ്റ് ആയിട്ട് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അതൊന്നും ചെയ്യില്ല ആൻഡ് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് വെൻ ടു വാക്ക് അവേ, അതിനെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിവ ജേക്കബ്, സൈക്കാട്രിസ്റ്റ് ആണ്. ഞാൻ കുറേ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള തെറപ്പീസ് ചെയ്യാറുണ്ട്. ആൻഡ് ഞാൻ സെക്ഷൽ ഹെൽത്ത് എക്സ്പേർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ. സോ ഒത്തിരി ചീറ്റിംഗ് കാണാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ റിലേഷൻഷിപ്സ് നമ്മുടെ മുന്നിൽ വരാറുണ്ട്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ ചീറ്റ് ചെയ്യുന്നത്? പല റീസൺസ് ഉണ്ടാവാം അല്ലേ? നമുക്ക് ഇന്ന ഒരു റീസൺ എന്ന് പറയാൻ പറ്റില്ല. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു പാർട്ട്ണറിന് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കാൻ ആഗ്രഹിക്കില്ല. ഐ മീൻ നോർമൽ സെൻസിലുള്ള ആളുകൾ. കാരണം നമ്മൾ ഒരു സ്നേഹത്തോടു കൂടി ആയിരിക്കുമല്ലോ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടായിരിക്കാം ചീറ്റ് ചെയ്യുന്നത്? ചില ആളുകളുടെ ഒരു ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ചെയ്യുന്നവരുണ്ട്. അവർ ഭയങ്കര ഒറ്റപ്പെട്ടു പോകുന്നു, നിഗ്ലെക്റ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ എന്നൊക്കെ തോന്നുമ്പോൾ അവർ വേറെ എവിടെയെങ്കിലും ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ നോക്കാറുണ്ട്. അതാണ് കോമൺലി കാണാറുള്ള ഒരിത്. പിന്നെ ഇത് കൂടുതലും ഞാൻ സ്ത്രീകളിലാണ് ഇങ്ങനത്തെ ഒരു റീസൺ കണ്ടിട്ടുള്ളത്. പുരുഷന്മാരിൽ കൂടുതലും കാണാറുള്ളത് അവരുടെ ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതിവിടെ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ചീറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി അത് കാണാറുള്ളത് ഇപ്പോൾ കുറേ നാളായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ വൈഫ് പ്രഗ്നൻ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുമ്പോൾ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫിനോട് സെക്സ് ചെയ്യാൻ സ്നേഹം കൊണ്ട് പറ്റുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് വരത്തില്ലേ, അത് കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് പറഞ്ഞവരുണ്ട്. സോ അത് കാരണം വേറെ ആളുകളിൽ ജസ്റ്റ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ അല്ലേ, ഒരു ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പെയ്ഡ് സെക്സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് അതൊരു ഹരമാണ്. വേറെ ഒരിടത്തു നിന്ന് വാലിഡേഷൻ കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിസ്ക് എടുത്ത് പോയി ചെയ്യുക, അതൊക്കെ ആൾക്കാർക്ക് ഒരു ത്രിൽ സീക്കിംഗ് ബിഹേവിയർ എന്നൊക്കെ പറയുന്ന പോലെ അവർക്കൊരു ഹിറ്റ് കിട്ടാൻ വേണ്ടി അവരങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആൻഡ് വേറൊരാളെ അങ്ങനെ ഒന്ന് വളച്ചെടുത്ത് അത് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനു വേണ്ടി ചീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ചില ആളുകൾ വന്നിട്ട് പേഴ്സണാലിറ്റി ട്രീറ്റ്സ് ഉണ്ട് അല്ലേ, അതായത് ഇപ്പോൾ ഭയങ്കര നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ കാര്യം കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്റ്റേണൽ വാലിഡേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആൻഡ് ചില ആളുകൾ ഒരു ഇമോഷണൽ കണക്ഷൻ വേറൊരാളായിട്ട് വരാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ റിവെഞ്ച് ചീറ്റിംഗ് എന്ന് പറയും, അതായത് പാർട്ട്ണറുമായിട്ട് വഴക്കിടുമ്പോഴേക്കും നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യുന്നവരുണ്ട്. ആൻഡ് ചില സമയത്ത് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ആളുകൾ ഡ്രങ്കായി ചില വൾണറബിൾ മൊമെൻറ്റ്സിൽ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ പല റീസൺസും നമ്മൾ ചീറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ കാണാറുണ്ട്. ആൻഡ് ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂവസ് സെക്ഷൽ റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല അല്ലേ. പല തരത്തിൽ ചീറ്റിംഗ് ഉണ്ട്. ഫിസിക്കൽ ചീറ്റിംഗ്, അതിലാണ് നമ്മൾ ആ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് വരുന്നത്. അത് അവർ ഫിസിക്കലി ഇൻവോൾവ് ആവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇമോഷണൽ ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറുമായിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സേഫ് എൻവയൺമെൻ്റ് അല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ടും ഈ ആളെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ ഫുള്ളി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളത് വേറൊരാളുമായിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവിടെ പ്രശ്നത്തിലാകും. അവിടെ അതിന് വലിയ വില കൽപ്പിക്കാതെ മറ്റേ റിലേഷൻഷിപ്പിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അത് ഇമോഷണൽ ചീറ്റിംഗ് ആണ്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പറയുമ്പോൾ ആൾക്കാർ അതിനെ ന്യായീകരിക്കാറുണ്ട്, ഇന്ന റീസൺ കൊണ്ടല്ലേന്ന്. പക്ഷേ റീസൺ എന്തുമായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്നത് ഇതാണ്, ഓക്കെ. അത് നമുക്ക് റീസണും അതിൻ്റെ റീസണിങ്ങും ഒക്കെ നമുക്ക് ലാസ്റ്റ് വരാം. പക്ഷേ ഇത് ഇമോഷണൽ ചീറ്റിംഗ് എന്ന് പറയും. പിന്നെ ഇതൊരു വെർച്വൽ യുഗമാണ് അല്ലേ. സോഷ്യൽ മീഡിയ ഭയങ്കര കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ്
ചെയ്യുന്ന ഒരു ടൈമാണ്. അത് കാരണം ഓൺലൈൻ ചീറ്റിംഗ്, വെർച്വൽ മീഡിയ വഴി, ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാൻ വീഡിയോ കോൾസ് വഴി അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാനൊക്കെ ഓൺലി ഫാൻസ് അക്കൗണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ കൂടിയും ചീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഓൺലൈൻ ചീറ്റിംഗ് ആയിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില പാർട്ട്നേഴ്സിന് അത് ഓക്കെ ആയിരിക്കാം, ചില പാർട്ട്നേഴ്സിന് അത് ഓക്കെ അല്ലായിരിക്കാം. സോ അതും ഒരു കൺസേൺ ആണ്. ചില ആൾക്കാർ പറയുക, ഇതിൽ ശരിക്കും നമുക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ടല്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ഇമാജിനേഷൻ പോലെ കണ്ടാൽ പോരെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അതുപോലും പറ്റാറില്ല. സോ അത് നമുക്ക് ലാസ്റ്റ് എക്സ്പ്ലനേഷനിലോട്ട് വരാം. ചില ആളുകൾ വന്നിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ കുറേ കാശ് ചിലവാക്കും. ഇപ്പോൾ ഓൺലി ഫാൻ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ എക്സ്പെൻസീവ് ആണ്. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. സോ അതൊക്കെ ചീറ്റിങ്ങിൽ തന്നെ വരുന്ന ഒരു സിറ്റുവേഷനാണ്. ആൻഡ് പിന്നെ വന്നിട്ട് മൈക്രോ ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കുറേ പേർക്ക് അറിയത്തില്ല എന്തിനൊക്കെയാണ് പറയുന്നതെന്ന്. പക്ഷേ എന്നാലും നമ്മൾ ഫ്ലേർട്ട് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസ് കൊളീഗുമായിട്ട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് അത് പറയുക തമാശയ്ക്കല്ലേ ഫ്ലേർട്ട് ചെയ്യുന്നത് എന്ന് പറയുക. പിന്നെ വന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഹൈഡ് ചെയ്ത് വെക്കുക. കല്യാണം കഴിച്ചതെന്ന് ആൾക്കാർക്ക് അറിയില്ല, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണെന്ന് ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് പോലും മൈക്രോ ചീറ്റിംഗ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ചാറ്റ് ഒക്കെ നടത്തുന്നുണ്ട്, നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ വേറൊരാളിൽ കൺഫൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് അതൊക്കെ നമ്മൾ ഭയങ്കര സീക്രട്ടായിട്ട് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ പേരിൽ സേവ് ചെയ്യുന്നു. ഇതൊക്കെ മൈക്രോ ചീറ്റിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിനൊക്കെ നമ്മൾ ഓരോ പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ട് അല്ലേ. ചില ആളുകൾക്ക് അങ്ങനെ ആരോടെങ്കിലുമൊക്കെ വെർച്വലായിട്ട് സംസാരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചില ആളുകൾ ഓക്കെയാണ്, ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെ ഫിസിക്കൽ ഇൻറ്റിമസി വേറെടുത്ത് നടത്തുന്ന ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നവരുണ്ട്. ചില ആളുകൾക്ക് ഇമോഷണൽ കണക്ഷൻ ഒരു പ്രശ്നമായിരിക്കില്ല, പക്ഷേ ഫിസിക്കൽ ഇൻറ്റിമസി വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. സോ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ആൻഡ് ഹാവിങ് സെഡ് ദിസ്, ഞാൻ കുറേ റിലേഷൻഷിപ്സ് പോളിയാമറസ് ആയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്, ഓപ്പൺ മാരേജസ് കണ്ടിട്ടുണ്ട്. ആൻഡ് അതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ. സോ എല്ലാവരും മോണോഗാമസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് അത് ഒരു ചോയ്സ് ആണ്. ആൻഡ് ആളുകൾ അത് എങ്ങനെ കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറും നമ്മളും സെയിം പേജിലാണോ എന്ന് കൂടെ നോക്കണം. സോ ചില സമയത്ത് കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണറിന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വേണമായിരിക്കും. ആൻഡ് അപ്പോൾ പറയും നമുക്കിനി ഓപ്പൺ മാരേജ് ആക്കാം, അപ്പോൾ എനിക്ക് മറ്റേ റിലേഷൻഷിപ്പ് പറ്റുള്ളൂ. ചിലപ്പോൾ മറ്റേ ആൾ മോണോഗാമസ് ആയിരിക്കും, ആൾക്ക് ഇതേപോലെ ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അത് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കോൾ എടുക്കണം അല്ലേ, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണോ അല്ലെങ്കിൽ എൻഡ് ചെയ്യണോ എന്നുള്ള കോൾ എടുക്കണം. ചില സമയത്ത് നമുക്ക് മറ്റയാളെ വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമുക്ക് വേറൊരു പാർട്ട്ണറെ വേണം താനും. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളിത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത്. സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടെയുള്ള ഒരു പാർട്ട്ണറിന് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന തരത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ആൻഡ് അങ്ങനെ തന്നെ ഓപ്പൺ റിലേഷൻഷിപ്പ് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആക്കാം, എൻ്റെ പാർട്ട്ണറിന് ഒരു പാർട്ട്ണറേ പാടുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇതിലൊരു പ്രശ്നം വരുന്നത്. ആൻഡ് ചില ആളുകൾ വാശി പിടിക്കും, ഇല്ല അവരും ഇങ്ങനെ തന്നെ ആവണം എന്നുള്ളത്. സോ അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ക്രൂരമായ രീതിയിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കണം. ഫാമിലീസ് ഇൻവോൾവ് ആയിരിക്കും മാരേജസിലൊക്കെ. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ഇങ്ങനത്തെ പല റീസൺസ് ഉണ്ട്, ഇങ്ങനത്തെ പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. പക്ഷെ ചില ആളുകൾ ടോളറേറ്റ് ചെയ്യും, ചില ആളുകൾ ടോളറേറ്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണത്? സോ ടോളറേറ്റ് ചെയ്യുന്നതിന് മെയിൻ റീസൺ നമ്മൾ കാണാറുള്ളത് ആ ഒരു ഡിപ്പെൻഡൻസി ആയിരിക്കാം. മറ്റേ പാർട്ട്ണർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഡിപ്പെൻഡൻസി കാരണം ടോളറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുന്നവരുണ്ട്. കാര്യം അവർക്കൊരു ഇൻഡിവിജ്വൽ ലൈഫ് ഇല്ലാത്തത് കൊണ്ട്. ചിലപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സുമായിട്ടൊന്നും അടുപ്പില്ലാത്തത് കൊണ്ടോ അവർ ഒറ്റപ്പെട്ടു പോയത് കൊണ്ടോ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് സ്വന്തമായിട്ടൊരു ജീവിതം പടുത്തുയർത്താൻ കഴിവില്ലാത്തവരും ആയിരിക്കാം. അതിന് നേരത്തെ തന്നെ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ട ആൾക്കാർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമാകും. ചിലപ്പോൾ കുഞ്ഞുണ്ടാവാം. അപ്പോൾ കുഞ്ഞുള്ളപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഭാവി ഓർത്ത് ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒറ്റപ്പെട്ട് പോകുമോ എന്നുള്ള പേടി കാരണം നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇത് ഭയങ്കര ട്രിക്കിയാണ്. പിന്നെ ആൾക്കാരെന്ത് വിചാരിക്കും? ഇപ്പോൾ ഒരു ഡിവോഴ്സിലൂടെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും? ഞാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ ആൾ വേറെ റിലേഷൻഷിപ്പിൽ പോയത് എന്നൊക്കെ വിചാരിക്കില്ലേ എന്നൊക്കെ പൊതുവെ പുരുഷന്മാരാണ് അങ്ങനെ ചിന്തിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെയും ഇത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചില സമയത്ത് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ചില സ്ഥലങ്ങളിൽ പുരുഷന്മാർക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ആകാം എന്നുള്ളത് കൊണ്ട് അതങ്ങ് ടോളറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
താല്പര്യം ഉണ്ടായിട്ടായിരിക്കില്ല, പക്ഷേ ഫോർ ദീസ് റീസൺ. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ഓപ്പൺ റിലേഷൻഷിപ്സ് അതിലൊക്കെ ഓക്കെ ആയിരിക്കും. സോ അങ്ങനെയുള്ള ആളുകളും ഇതിലൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നവരുണ്ട്. പിന്നെ ചില ആളുകൾ വന്നിട്ട് ഇയാൾ നന്നാവും, ഇയാൾ ശരിയാകും, അതൊരു അബദ്ധമല്ലേ, ക്ഷമിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ട്. പക്ഷേ ചിലപ്പോൾ വീണ്ടും വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ കംപ്ലീറ്റ്ലി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അയാൾ എന്ത് വേണേ ചെയ്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചില കപ്പിൾസ് വന്നിട്ട് വൈഫ് പറയും അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയും, എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, എനിക്കിതിനോട് താല്പര്യമില്ല, നിങ്ങൾ വേറൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ട് ചെയ്തോളൂ, നമുക്ക് ജസ്റ്റ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ മറ്റേ പാർട്ട്ണറിന് താല്പര്യം ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ വേറൊരു റിലേഷൻഷിപ്പിൽ പോകണമെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആളാണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിലും മിക്ക ആളുകൾക്കും ഇതൊന്നും സഹിക്കാൻ പറ്റാറില്ല അല്ലേ. സോ എന്തുകൊണ്ടാണത്? നമ്മളോടൊരു ചതി ചെയ്തു അല്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റായിട്ട് ഒറ്റപ്പെടുത്തി ബിട്രേ ചെയ്തു എന്നുള്ള ഒരു തോന്നലുണ്ട്. അത് ഭയങ്കര പെയിൻഫുള്ളാണ് അല്ലേ. നമ്മൾ അത്രയും നാൾ വിശ്വസിച്ച് കൂടെ നടന്ന ഒരാൾ ആ ഒരു വിശ്വാസവഞ്ചന കാണിക്കുമ്പോൾ അത് നമുക്ക് കുറേ ഇൻസെക്യൂരിറ്റീസ് ട്രിഗർ ചെയ്യും, നമ്മളുടെ സെൽഫ് ഡൗട്ട്സ് ട്രിഗർ ചെയ്യും. കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നു പ്രശ്നം, നമ്മളെക്കാൾ എന്ത് ബെറ്റർ ആയിട്ടാണ് അവർക്ക് ഉണ്ടായിരുന്നത്, ഇങ്ങനത്തെ കുറേ തോട്ട്സ് നമുക്ക് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോഴും ഇത് ഭയങ്കര പെയിൻഫുൾ ആവും. ബാക്കിയെല്ലാം ക്ഷമിക്കാൻ പറ്റും, പക്ഷേ ഇത് മാത്രം പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് അത് അവരുടെ എത്തിക്സിന് ചേർന്നതായിരിക്കില്ല. കാര്യം വേറെ എല്ലാം ഓക്കെയാണ്, പക്ഷേ ചീറ്റിംഗ് അത് എൻ്റെ മോറൽ ബിലീഫ്സിന് പറ്റിയതല്ല, ഞാൻ വളരെ ലോയലാണ്, അതേപോലെ തന്നെ മറ്റാളും ലോയലായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. പിന്നെ ചില ആൾക്കാർക്ക് വന്നിട്ട് പണ്ട് ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ പണ്ടും ഈ ആളെ ഇങ്ങനെ ചീറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ഇത് കിടക്കുന്ന കാരണം വീണ്ടും അത് ചെയ്യുമ്പോഴേക്കും അവർക്ക് ക്ഷമിക്കാനേ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു ഫാമിലിയോട് ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്, അതൊരു അൺഫോർഗിവബിൾ ആണ്, വൺസ് എ ചീറ്റർ ഓൾവേസ് എ ചീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ അത് ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ സോ ചിലപ്പോൾ നമ്മളുടെ ഒരു പേഴ്സണൽ തിങ് ആണല്ലോ, അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നൊക്കെ ആലോചിച്ച് നമ്മളത് വർക്ക് ചെയ്യണോ അതോ ഇട്ടിട്ട് പോകണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലേ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. സോ ചില സമയത്ത് ആൾക്കാർ കണ്ടിന്യൂസ്ലി ചെയ്യുന്നില്ലായിരിക്കാം, ചില സമയത്ത് ഒരു പാർട്ടിയിൽ കുടിച്ചപ്പോൾ സംഭവിച്ചു പോയതായിരിക്കാം, ചില സമയത്ത് ഒന്ന് ഇമ്പൾസീവായിട്ട് അറിയാണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്തു പോയതായിരിക്കാം, ചിലപ്പോൾ ഒരു കിസ്സിങ് ആയിരിക്കാം, ചിലപ്പോൾ ആക്ച്വലി ഫിസിക്കൽ ഇൻറ്റിമസി നടന്നിട്ടുണ്ടാവാം. സോ എന്ത് തന്നെ ആയിക്കോട്ടെ, സോ നമ്മളിത് പിടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളിത് അറിഞ്ഞു എന്ന് വിചാരിക്കുക. സോ ഇനി എന്ത്, അതാണല്ലോ ചോദ്യം. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്തുകൊണ്ടാണത് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ആ റിലേഷൻഷിപ്പിൽ മറ്റേ ആളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തോ, അതോ മറ്റേ ആൾക്ക് നമ്മളിൽ നിന്നും ഒരു ബിട്രയൽ ഫീൽ ചെയ്തോ, റിവെഞ്ച് മോഡാണോ, നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അയാൾ ചെയ്യുന്നതാണോ, അതോ ആക്ച്വലി അയാൾക്ക് ഈ റിലേഷൻഷിപ്പ് മടുത്തോ, എന്താണ് കാര്യം എന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. അത് അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലാതെ അസംഷനിൽ പോകാനല്ല പറഞ്ഞത്. നിങ്ങളാണ് ചീറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ മൊത്തം മറ്റേ ആളെ അറിയിക്കുക എന്നുള്ളതാണ്. ആൾക്ക് ഇനിയും വേദന എടുക്കോ ഇല്ലയോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് കാര്യങ്ങൾ പറയുന്നതാണ്. കാര്യം നിങ്ങൾ ഓൾറെഡി ചെയ്ത ആക്ട് കാരണം മറ്റേ ആൾ ഭയങ്കരമായിട്ടും തകർന്നിരിക്കുമായിരിക്കും. ആൻഡ് ആ ആൾക്കത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സമയവും സാവകാശവും കൊടുക്കുകയും വേണം. കാര്യം അത്ര ഈസി അല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അല്ലേ. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട്ഫുള്ളാണ്. സോ അത് പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അത് എത്ര ടൈം വേണമെന്ന് ചോദിച്ചാൽ അത്രയും ടൈം കൊടുക്കുക. ആൻഡ് എന്നിട്ട് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആവുക. എല്ലാ കാര്യങ്ങളും ആളെ അറിയിക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും, ഞാൻ ഇനിയും അത് ചെയ്യില്ല, ഞാൻ അതല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് പേഷ്യൻ്റ് ആയിട്ടിരുന്ന് അത് പിന്നെയും പിന്നെയും കാണിച്ച് പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് മറ്റേ ആളുമായിട്ടുള്ള കോണ്ടാക്ട്സ് കംപ്ലീറ്റ്ലി എൻഡ് ചെയ്യുക. ആൻഡ് എന്ത് റീസൺ ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളതൊരു ഇമ്പൾസീവായിട്ട് അല്ലെങ്കിൽ ഒരു കിസ് അല്ലെങ്കിൽ ഒരു പടം കണ്ടു അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തു, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് റീസൺ ആയിക്കോട്ടെ, അതിനിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാതെ അക്കൗണ്ടബിലിറ്റി എടുക്കുക. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴാണല്ലോ ഇത് ചെയ്തത്. മറ്റേ ആൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആണ് റീസൺ എങ്കിലും നിങ്ങളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ വേറൊരാളുമായിട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അത് പറഞ്ഞായിരുന്നു ഇല്ലല്ലോ. അപ്പോൾ അത് അറിയാതെ ചെയ്തൊരു കാര്യമല്ലേ. സോ അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. ഇപ്പോൾ നിങ്ങളെയാണ് മറ്റേ ആൾ ചീറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകണോ വേണ്ടയോ എന്നുള്ളത്. സോ നിങ്ങൾ അതൊന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് ഫോർഗിവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ആലോചിക്കുക. ഭയം കാരണോ അല്ലെങ്കിൽ കുറ്റബോധം കാരണോ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ എന്നുള്ള റീസൺസ് കൊണ്ടൊക്കെ ജസ്റ്റ് പേരിന് വേണ്ടി ഫോർഗിവ് ചെയ്യാതിരിക്കുക. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസെൻമെൻ്റ് ആകും. പിന്നീട് മുന്നോട്ട് പോകാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് തെറപ്പിയോ കൗൺസിലിങ്ങോ ആവശ്യമാണെങ്കിൽ അതെടുക്കുക. കാര്യം അത്ര ഈസി അല്ല.
പറ്റില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ. കാര്യം എൻ്റെ അടുത്ത് ചില കപ്പിൾസ് പറയാറുള്ളത് അന്നല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്താണ് അത്ര ഈസി ആയിട്ടുള്ള മുറിവല്ല അല്ലേ. അപ്പോൾ അത് കാരണം അത് വീണ്ടും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറച്ചൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തെറപ്പിയോ കൗൺസിലിങ്ങോ ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ നോക്കുക. ഇതെല്ലാമാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടത്. ഇനി എപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് ക്ഷമിച്ച് ടോളറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കേണ്ടത്, ഓർ വെൻ ടു വാക്ക് അവേ. ഒരു പാറ്റേൺ ആണ്. റെപ്പറ്റേറ്റീവ്ലി നിങ്ങൾ ഹേർട്ട് ആവുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടമല്ല, പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുവാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഗിവ് ചെയ്യാനേ പറ്റുന്നില്ല, അത് മറക്കാനേ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി മറ്റേ ആൾ ഏറ്റെടുക്കുന്നില്ല ആൻഡ് എല്ലാം നിങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു എന്താ പറയുക, ബ്രേക്ക് വന്നു അവിടെ, അത് കഴിഞ്ഞിട്ട് അത് റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വിചാരിക്കണം. സോ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യു ഹാവ് ടു വാക്ക് അവേ. ഇറ്റ്സ് വെരി ഹാർഡ്, ഇറ്റ്സ് വെരി പെയിൻഫുൾ ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്സിൽ കൂടെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാം. നിങ്ങൾക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റിയും ട്രിഗേഴ്സും വന്നുകൊണ്ടിരിക്കാം. അതിന് തെറപ്പിയൊക്കെ എടുത്ത് ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ യു മൈറ്റ് ഹാവ് ടു വാക്ക് അവേ. ചീറ്റിംഗ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് ശരി അത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ശരികളും നമ്മുടെ തെറ്റുകളും നമ്മുടെ പാർട്ട്ണറുടെ ശരികളും തെറ്റുകളും അതെല്ലാം കൂട്ടിയും കുഴച്ചൊക്കെ നോക്കേണ്ടി വരും. അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ചീറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡീൽ ബ്രേക്കർ ആണോ? അത് നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? നിങ്ങൾക്കത് ക്ഷമിക്കാൻ പറ്റുമോ? അതോ നിങ്ങളുടെ ഒരു തവണ ട്രസ്റ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് ഫോർ എവർ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള സിറ്റുവേഷനാണോ? ലെറ്റ്സ് ടോക്ക് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ മറ്റേ ആൾക്ക് ഇത്രയും പെയിൻഫുള്ളായ രീതിയിൽ അത് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് എൻഡ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. ആൻഡ് അതിന് പകരം വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റേ ആളെ കൊല്ലുക അല്ലെങ്കിൽ കുട്ടികളുടെ ലൈഫൊക്കെ കൊണ്ടുവന്നിടുക, അതൊന്നും ചെയ്യാതിരിക്കുക. സോ താങ്ക് യു.